നമ്മളിന്ന് പരിചയപ്പെടുന്നത് റാപ്പോ ബ്രാൻഡിൻ്റെ E9050 എന്ന മൾട്ടിമോഡ് വയർലെസ് കീബോർഡാണ്. ഈ കീബോർഡ് ഒരേ സമയം 4 ഡിവൈസുകളിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അതായത് 3 ഡിവൈസുകളിൽ ബ്ലൂടൂത്ത് ആയിട്ടും ഒരു ഡിവൈസിൽ വയർലെസ് ഡോങ്കിൾ കണക്ഷനിലൂടെയും നമുക്ക് 4 ഡിവൈസുകളിൽ ഒരേ സമയം പെയർ ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നോർമൽ കീബോർഡുകളൊക്കെ തന്നെ, അതായത് നോർമൽ വയർലെസ് കീബോർഡുകളൊക്കെ തന്നെ സാധാ കീബോർഡുകളൊക്കെ സാധാ ട്രിപ്പിൾ എ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യാറെങ്കിൽ ഈ ഒരു ഡിവൈസ് നമുക്ക് വന്നിരിക്കുന്നത് റീചാർജബിൾ ലിഥിയം അയൺ ബാറ്ററിയിലാണ്. ഇത് നോർമൽ കമ്പനി പറയുന്ന ഒരു 3-4 ഡേയ്സ് ബാറ്ററി ബാക്കപ്പ് പറയുന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് യൂസിങ്ങിലൊരു 2.5 ഡേയ്സ് കിട്ടുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വോയിസ് സോഫ്റ്റ്വെയറുകളിൽ ഈ കീബോർഡ് സപ്പോർട്ടീവാണ്. നമുക്കിതിൻ്റെ ബോക്സിൽ നോക്കിയാൽ തന്നെ കാണാം വിൻഡോസ്, മാക് OS, ക്രോം OS, ആൻഡ്രോയിഡ് OS ഈ 4 വ്യത്യസ്തമായ സോഫ്റ്റ്വെയറുകളിൽ ഈ കീബോർഡ് ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. പറയുണ്ടായി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തന്നെ ഇതിനകത്ത് 2 മോഡുകളിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് 3.0 എന്ന് പറയുന്നൊരു മോഡലും അതുപോലെ തന്നെ 5.0 മോഡലുമായിട്ടാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വയർലെസ് റേഞ്ചിൽ തന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഡോങ്കിൾ കണക്ടിവിറ്റിയെ കുറിച്ച് പറയുണ്ടായി. ഈ ഡോങ്കിൾ കണക്ടിവിറ്റി എന്ന് പറയുന്നത് 2.4 GHz ഒരു ഡോങ്കിളാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അതും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വയർലെസ് ഡിവൈസാണ്. അത്രയും ഏരിയയിൽ തന്നെ നമുക്കത് കവർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് കമ്പനി ഈ ഒരു ഡിവൈസ് അയച്ചിരിക്കുന്നത്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നല്ലൊരു ലുക്കായിട്ടുള്ളൊരു പാക്കിങ്, അതായത് അങ്ങനെ തന്നെ വേണം പറയാൻ. അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കിങ്ങിലാണ് കമ്പനി ഈ ഒരു ഡിവൈസ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വ്യക്തമായി തന്നെ അതിൻ്റെ കണക്ടിവിറ്റിയെക്കുറിച്ചും കാര്യങ്ങളും വോയിസ് കണക്ടിവിറ്റിയൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ആ ബോക്സിൽ തന്നെ അവർ വിവരിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റിനെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് പരിചയപ്പെടാം. കൂടുതൽ ആ ഒരു ഡിവൈസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം. നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. നമുക്കൊന്ന് പുറത്തത്തെ ഡിവൈസുകളിൽ നിന്ന് പരിചയപ്പെടാം. കാരണം അത്രയും നല്ല വൈറ്റ് കളറിലാണ് ഒരു കീബോർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കിംഗ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോൺ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു സ്പേസ് ബാറിൻ്റെ മുകളിൽ നമുക്ക് അവരുടെ ബ്രാൻഡിങ് കാണാം. അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് ആ ബ്രാൻഡിങ്ങിന് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ കീബോർഡിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ എസ്കേപ്പ് ബട്ടന് താഴെയായിട്ട് വിൻഡോസ് മാക് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതുപോലെ 1, 2, 3 കീകളിലുള്ള ഒരു ബ്ലൂടൂത്തിൻ്റെ സിമ്പിൾ കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ 4 എന്ന കീൻ്റെ മുകളിലൊരു 2.4 GHz എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈ ഒരു കീബോർഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഡിസൈൻ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി ഇതിനെ വിളിക്കുന്ന എർഗോണമിക് ഡിസൈൻ എന്നാണ്. അലൂമിനിയം കേസിങ്ങിലാണ് ഈ കീബോർഡ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മേക്ക് ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലും അതുപോലെ അലൂമിനിയം ബോഡിയുമായിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ആക്സറീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു USB ഡോങ്കിളും അതുപോലെ തന്നെ ഇതിനെ ചാർജ് ചെയ്യാനുള്ള ഒരു USB കേബിളുമാണ് ഇതിൻ്റെ കൂടെ. USB-C ടൈപ്പ് കേബിളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള കേബിളും USB ഡോങ്കിളും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ നല്ലൊരു ഡിസൈനിലാണ് ആ USB ഡോങ്കിൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ USB കേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിലും നല്ല പ്ലാസ്റ്റിക്കിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി USB കേബിളാണ്. C ടൈപ്പ് കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർജർ കേബിളായിട്ടാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. കീബോർഡിൽ ബ്ലൂടൂത്ത് സിമ്പിൾസ് മെൻഷൻ ചെയ്തതായിട്ട് നമ്മൾ നേരത്തെ പറയണ്ടായി. അതുപോലെ തന്നെ 2.4 GHz എന്ന് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഇത് എങ്ങനെയാണ് ഡിവൈസുകളിൽ കണക്ട് ചെയ്യുന്നതെന്നും കുറിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഫങ്ഷൻ കീ +1 എന്ന് പറയുന്നത്, അതായത് ബ്ലൂടൂത്തിൻ്റെ സിമ്പിളുള്ള 1 കീ ആദ്യം ഒരുമിച്ച് പ്രസ് ചെയ്യുന്നു. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡിവൈസിൽ ബ്ലൂടൂത്ത് റിക്വസ്റ്റ് വരും. അതായത് ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള റിക്വസ്റ്റ് കാണിക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആ അക്സെപ്റ്റ് ചെയ്ത ഡിവൈസിൽ നമുക്ക് അതുപോലെ തന്നെ പെയർ ആയിട്ടുണ്ടാവും. പിന്നെ അടുത്ത ഡിവൈസിലും ഇതുപോലെ തന്നെ സെക്കൻഡ് ബട്ടൺ, അതായത് ഫങ്ഷൻ കീയും അതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ സെക്കൻഡ് കീയും നമ്മൾ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡിവൈസിലേക്കും, അതായത് ആദ്യം കണക്ട് ചെയ്ത ഡിവൈസിൽ നിന്ന് നമുക്ക് സ്വിച്ചായിട്ട് അടുത്ത ഡിവൈസിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഫങ്ഷൻ കീ പ്ലസ് തേർഡ് ബ്ലൂടൂത്ത് ബട്ടൺ അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത മൂന്നാമത്തെ ഡിവൈസിലേക്ക് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാവുന്നതാണ്.
പിന്നെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് 2.4 GHz ഒരു ബട്ടൺ കാണാം. അതായത് ഫോർത്ത് കീയിൽ ന്യൂമറിക്കൽ വരുന്ന ഫോർത്ത് കീയിൽ നമുക്ക് 2.4 GHz എന്ന് നോട്ട് ചെയ്തിരിക്കുന്ന ഒരു ബട്ടൺ കാണാം. അതിനകത്ത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മൾ ഏത് ഡിവൈസിലാണോ ഇത് വയർലെസ് ഡോങ്കിൾ കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ നമ്മൾ വയർലെസ് ഡോങ്കിൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതിലാണോ അതിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഡിവൈസുമായിട്ട് നമുക്ക് കീബോർഡിനെ പെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് സ്വിച്ച് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവൈസുകളായിട്ട് പെയർ ആവുന്നുണ്ട്. വളരെ നല്ലൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലെ തന്നെ വയർലെസ് കണക്ടിവിറ്റിയാണ് കമ്പനി. ഈ കീബോർഡിൻ്റെ കളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അട്രാക്റ്റീവായുള്ള കളേഴ്സിലാണ് കമ്പനി ഈ കീബോർഡ് തന്നിരിക്കുന്നത്. 4ഓളം വ്യത്യസ്തമായ കളേഴ്സിൽ കീബോർഡ് അവൈലബിൾ ആണ്.